ഗംഗ ഇപ്പോൾ പോണ്ട. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ ഡയലോഗാണത്. ഞാൻ ഈ അടുത്ത കാലത്ത് കോട്ടയം ജില്ലയിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പം ക്ലാസ്സിൽ പങ്കെടുത്തൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 10-30 വയസ്സുണ്ട്, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉള്ളതാണ്. ആ പെൺകുട്ടിയോട് വന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ വീട്ടിൽ ഞാനൊരു അടിമയെ പോലെയാണ് ജീവിക്കുന്നത്. എനിക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല, എൻ്റെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയില്ല, എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഒരു ദൈന്യതയോടുകൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച വീട്ടിൽ പുള്ളിക്കാരൻ്റെ അമ്മായിമ്മ എന്തോ പ്രശ്നക്കാരിയാണ്, അതാണ് പറഞ്ഞു വരുന്നത് ഞാൻ ധരിച്ചു. ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മായിമ്മല്ല, ഭർത്താവാണ് കഥാപാത്രം. പുള്ളിക്കാരൻ ആജ്ഞാപിക്കൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. പുള്ളിക്കാരിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ധരിച്ചു ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും ചെറിയ തൊഴിലുമായിട്ട് വീട്ടിൽ തന്നെ കൂടിയിരിക്കുന്ന ഒരാളായിരിക്കാം, സമൂഹമായിട്ട് അധികം വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കും എന്ന് വിചാരിച്ചു. ചോദിച്ചു വരുമ്പോൾ ആളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, തന്നെയല്ല നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ്. എനിക്ക് സഹതാപം തോന്നി. ആ പെൺകുട്ടിയോടല്ല, നാടുനീളെ ജനാധിപത്യ മൂല്യങ്ങൾ ഉറക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആ ഭർത്താവിന് എന്താണ് കുടുംബ ജനാധിപത്യം എന്ന് അറിയില്ലല്ലോ എന്നോർത്തപ്പോൾ അയാളോട് എനിക്ക് സഹതാപം തോന്നി. എന്താണ് ജനാധിപത്യം എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല, അത് തന്നെയാണ് കുടുംബ ജനാധിപത്യവും. കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുള്ള അവകാശമാണ് കുടുംബ ജനാധിപത്യം. കുടുംബത്തിലെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ആരുമാകട്ടെ, ഓരോ അംഗത്തിൻ്റെയും അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷേ നമ്മുടെ എത്ര വീടുകളിൽ ഈ അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാജപ്രൗഢിയോടുകൂടി ആജ്ഞാപിച്ച് മാത്രം ശീലിച്ച ഈ ഭർത്താക്കന്മാരോട് പറയാനുള്ളൊരു കാര്യം, പ്രിയപ്പെട്ട രാജാവേ, ആജ്ഞാപിക്കൽ കൊണ്ട് ഒരു മനുഷ്യനെ കീഴടക്കാൻ കഴിയുമായിരിക്കാം, പക്ഷേ ഒരു മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ കഴിയില്ല. മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ അന്നും ഇന്നും ഒരേ ഒരു സൈക്കോളജിക്കൽ തന്ത്രം മാത്രമേ ഉള്ളൂ, ആ വ്യക്തിക്ക് അർഹമായ അംഗീകാരവും പരിഗണനയും നൽകുക എന്നൊരൊറ്റ കാര്യം മാത്രം. പലപ്പോഴും ആജ്ഞാപിക്കൽ കേട്ട് പേടിച്ച് വിറച്ച് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടോ ബഹുമാന കൂടുതൽ കൊണ്ടോ നിന്നോടുള്ള പേടി കൊണ്ടോ അല്ല, ഇത് വൃത്തികേട് കൊണ്ട് മാത്രമാണ്. ജീവിത പങ്കാളിയെയും കൂടെ കഴിയുന്ന ഓരോ അംഗത്തെയും അവരുടെ അഭിപ്രായങ്ങൾക്ക് അർഹമായ പരിഗണന നൽകി ഒന്ന് കൂടെ ചേർത്ത് നിർത്തി നോക്കിക്കേ, ജീവിതവും കുടുംബവും കളറായി മാറും.